അധ്യാപകര് ലൈംഗിക വിദ്യാഭ്യാസം ആ പേജ് മറിച്ചു വിടുന്നവരാണ് ഇന്നും. പൗരബോധമുള്ളവര് ഉത്തരവാദിത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയോ ചെയ്യാൻ അറിയുന്നവരുടെ ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് ഇത് ക്ലാസ് റൂമിനകത്ത് ആണിനെയും പെണ്ണിനെയും തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ പ്രണയം കത്ത് പിടിക്കാനിരിക്കുന്നവരാണ് അധ്യാപകര്. അവരെ മോണിറ്റർ ചെയ്ത് രണ്ടാക്കി വെക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ലത്. ജനാധിപത്യ സംസ്കാരം പഠിപ്പിച്ചാൽ ഇൻഫോംഡ്, നമ്മുടെ കൺസെന്റ് ചോദിച്ചിട്ട് മാത്രമേ ബന്ധം ഉണ്ടാക്കത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന പൗരരെ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട്. പൗരബോധം എന്ന് പറഞ്ഞാൽ റോഡിൽ തുപ്പരുതെന്നും മലമൂത്ര വിസർജനം ചെയ്യരുതെന്നും റോഡിൽ കൂടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ സമഗ്ര മേഖലയിലും ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരും അറിഞ്ഞ് സമ്മതിക്കുന്നവരുമായി. അറിഞ്ഞ് സമ്മതിക്കുക എന്ന് പറയുന്നതാണ് പൗരൻ. മലയാള ഭാഷ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. നമ്മൾ ജനിച്ചത് കൊണ്ട് മാത്രമാണ് മലയാളം പറയുന്നത്. ഇതുപോലാണ് നമ്മൾ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആകുന്നത്. ജനിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതിനകത്ത് എന്തെങ്കിലും പവിത്രമായി ഇരിക്കുന്നത് കൊണ്ടൊന്നും അല്ല. പുട്ടിൻ പറയുന്നില്ലേ 3-4 പ്രസവിക്കണം എന്നൊക്കെ പറയുന്ന, അയാൾക്ക് അവിടെ വെടിവെക്കാൻ ആളില്ല. ഇത് ഈ രാജഭരണം നിൽക്കുന്ന ഏത് സമൂഹത്തിനകത്ത് ഇതേ ഉത്തരം തന്നെയാ ഉള്ളത്. 18ാമത്തെ വയസ്സിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മാറും. ആ മാറുമ്പോ അവരുടെ ക്ലിപ്പിട്ട് കൊണ്ടുപോകും. വല്ലവർക്കും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ഉണ്ടാക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 18ാമത്തെ വയസ്സില് വിവാഹം കഴിക്കാൻ അനുവദിക്കും. അന്നാണ് ആദ്യമായിട്ട് തുടരുതെന്ന് പറഞ്ഞെടുത്ത് എല്ലാം തൊടുന്ന ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരിക. എന്തൊരവസ്ഥയാണ്! ഇണകൾ തീരുമാനിക്കേണ്ട സ്ഥലമാണ്. ഇണകൾക്ക് ഒന്നിച്ച് നമ്മുടെ സ്വത്ത് ട്രാൻസാക്ട് ചെയ്യുന്നതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കരാറിന് അവിടെ വാലിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യും. മനസ്സിലാവും? അത്രയേ ഉള്ളത്. സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനല്ലത്. ഇത് രണ്ടുപേര് തമ്മിലുള്ള കരാർ മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്വത്ത് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ള ചർച്ചയാണ് ഈ കുടുംബ കോടതിയിലാകെ നടക്കേണ്ടത്. അല്ലാതെ ഇവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കണോ വേണ്ട എന്നുള്ള ചർച്ച അവര് ജീവിച്ചവർക്ക് കൂടുതൽ അറിയാവുന്ന നിലവാരത്തിലാണ് മജിസ്ട്രേറ്റും വക്കീലും ഒക്കെ ഇരിക്കുന്നത്. കേരളത്തിലല്ല, ലോകത്തൊരിടത്തും വേശ്യാലയ ആവശ്യം. അതേ സമയത്ത് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ ഇത്ര നിയന്ത്രിതമാക്കി വളർത്തിയാലേ അതിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് വേശ്യാലയം. അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിനകത്ത് കള്ളക്കടത്ത് നടക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അത് വരുന്നത്. അപ്പം അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരത്തിനെ പറ്റി ചർച്ച ചെയ്യാനും അവരുടെ മനുഷ്യാവകാശത്തിനെ പറ്റി പറയുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. അതുണ്ടാക്കാനായിട്ട് നല്ല സ്ത്രീ പുരുഷ ബന്ധത്തിനകം അല്ലെങ്കിൽ ഇണകളുമായിട്ട്, സ്ത്രീ പുരുഷം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും മാത്രമാണെന്ന് വിചാരിക്കുന്നവരില്ലേ, ഇണകള് തമ്മിലുള്ള ബന്ധങ്ങളെ അനുവദിക്കാത്ത സമൂഹത്തിന്റെ രഹസ്യമായ ഇടങ്ങളാണത്. അങ്ങനെയല്ല അത് സംഭവിക്കേണ്ടത്. സ്വയം തെരഞ്ഞെടുക്കാനായിട്ട്, പരസ്പരം തെരഞ്ഞെടുക്കാനായിട്ട് അനുവദിക്കുന്ന സമൂഹം ക്ലാസ് റൂമുകളിൽ രൂപപ്പെടുന്ന സമയത്ത് ലൈംഗിക ബന്ധങ്ങള് ഇന്ന് നമ്മൾ കാണുന്ന പോലെ രഹസ്യങ്ങളായിട്ടോ തലയിൽ മുണ്ടുവിട്ട് ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് മാറത്തില്ല. അതിന് എല്ലാ ദിവസവും സ്വാഭാവികമായ റിലീസുകൾ ഉണ്ടാകും. ആ റിലീസുകൾ അവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തി മാത്രമാണ്. അവിടെയാണ് രഹസ്യബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയുള്ള ഇടങ്ങൾ നമ്മൾ രാജാക്കന്മാരുണ്ടാക്കിയതാണ് ഈ വ്യതിയാനങ്ങളെല്ലാം. എന്നാൽ പുരുഷന്മാരായിരിക്കുന്ന സേനകൾക്ക് വേണ്ടി ഒരു കൂട്ടം സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കി അവിടെ വെച്ചിരുന്നതാണ്. അതിന്റെ തുടർച്ചയ്ക്കകത്താണ് അത് നിൽക്കുന്നത്. അത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരാള് ഞാനിത് ചെയ്യുന്നതിന് പണം പറ്റണോ വേണ്ടായോ എന്നുള്ള ചോദ്യമൊക്കെ വ്യക്തിഗതമായിട്ട് തുടർന്നാൽ മതി. ഈ ഡീക്രിമിനലൈസ് ചെയ്താൽ മതി, ഇല്ലീഗലാക്കണ്ട. നിങ്ങൾ ലീഗലൈസ് ചെയ്താൽ ഇല്ലീഗാലിറ്റി വീണ്ടും നിൽക്കും. അത് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഡീക്രിമിനലൈസ് ചെയ്താൽ മതി, കുറ്റകരമല്ലാതാക്കിയാൽ മതി. ആളുകൾ തമ്മിലുള്ള ബന്ധം കുറ്റകരമല്ലാതാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യം. അത് വ്യക്തിഗതമായി വിട്ടുകൊടുക്കാവുന്നതും അത് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ലൈംഗികത എന്താണ്, ഉത്തരവാദിത്വം എന്താണെന്ന് പഠിപ്പിക്കുന്ന പൗരസമൂഹം രൂപപ്പെടുത്താതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉത്തരം ഇയാൾ ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്നത്. അത് ചെയ്യുന്ന ഒരു സമൂഹത്തിനകത്ത് ഇത് ആവശ്യമായിട്ട് വരത്തില്ല. ആളുകൾ തമ്മിൽ പണം കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതൊക്കെ അവര് ചെയ്തോളും. അതിന് മേളിൽ നമുക്ക് യാതൊരു അത് ചാർജ് ചെയ്ത് കാശ് മേടിക്കാൻ ടാക്സ് ചെയ്യാൻ പറ്റുമെന്ന് പണ്ട് ചാണക്യം കണ്ടുപിടിച്ചിടം തൊട്ടാണ് വേശ്യാലയം ഉണ്ടായത്. അത് അന്ന് തുടങ്ങിയതാണത്. വേശ്യാവൃത്തി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ ഇന്ന് സെക്സ് വർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നൂടാ, അത് എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൻ പറഞ്ഞിരുന്ന വാക്കാണ് വേശ്യാവൃത്തി. വൃത്തി എന്ന് പറഞ്ഞ ജോലി എന്നാണ് അർത്ഥം. അത് അതിന്റെ മുകളിൽ പണം കൃത്യമായിട്ട് ടാക്സേഷൻ നടത്തിയിരുന്നതാണ് പഴയ രാജാക്കന്മാര്. അവിടെ പോകുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒക്കെ ടാക്സ് ഉണ്ടായിരുന്നു.
അങ്ങനെ ചെയ്തിരുന്ന സിസ്റ്റങ്ങൾ വേണ്ട. ജനസമൂഹത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ചോദനയ്ക്ക് അനുസൃതമായി അവരെ നിയന്ത്രിതമായി ജീവിക്കാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള ഒഴിവ് മേഖലകൾ കണ്ടുപിടിക്കാൻ ബാധ്യത വരുന്നത്. അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലാത്ത സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പം എന്താണ് ആളുകൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കയ്യില് എനിക്കൊരു 100 രൂപ തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു 100 രൂപ രാജാവിന് വേറെ കൊടുക്കാനായിട്ട് ഈ ട്രാൻസാക്ഷന് ടാക്സേഷൻ നടത്തിയ വകയിലാണ് നമുക്ക് ഇത് രഹസ്യമായിട്ട് ചെയ്യാൻ ബാധ്യത വരുന്നത്. അവിടെ തുടരുത്. നമുക്ക് ഇന്ന് പ്രൊഡക്ഷന്റെ മേഖല എന്ന് പറയുന്നത് ടാക്സ് ചെയ്യുന്നതിനൊക്കെ വളരെ സിസ്റ്റമായിട്ട് തന്നെ വേറെ മേഖലകൾ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. പണ്ട് രാജാവിന് കത്തി ഉണ്ടാക്കുന്നത്, ചട്ടി ഉണ്ടാക്കുന്നത്, പാ നെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് വല്ല മീനെ പിടിക്കുന്നത്, ഇത്രയും സാധനം തീരും, ടാക്സേഷൻ സ്ഥലം തീരും. അതുകൊണ്ട് മീശയ്ക്കും താശയ്ക്കും ചെവിയലിടുന്ന കടുക്കനും എല്ലാം ടാക്സ് ചെയ്തിരുന്നത്. ഇതൊന്നും ഇന്ന് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ഈ സ്വത്തെന്ന് പറയുന്നത് ഈ രാജാക്കന്മാരുടെ ഭരണത്തിന് ശേഷം ലോകത്തുണ്ടായതാണ്. ഈ മുറിക്കകത്തിരിക്കുന്ന ഒരു സ്വത്തും പണ്ട് കാലത്തില്ല. ഇതിനെല്ലാം ടാക്സ് ചെയ്യാൻ പറ്റുന്ന ലോകത്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പാവം പിടിച്ച മനുഷ്യരുടെ സ്വന്തം എന്ന് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ അവിടെ എന്താണ് കരാറിനകത്ത് 50 രൂപയുടെ പത്രത്തിൽ മേടിച്ച് ഒപ്പിടണമെന്ന് പറയുന്ന കാശ് മേടിക്കാൻ ഇനി ഇരിക്കരുത്. ഈ മേഖലകളെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും ഒരിക്കലും പരിശോധിക്കപ്പെടാതെ പഴയത് അങ്ങനെ തന്നെ തുടരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ലൈംഗിക ദാരിദ്ര്യമൊക്കെ ഉള്ളത്. ഒരു ലൈംഗിക ദാരിദ്ര്യവും ആൾക്കാർക്ക് ഉണ്ടാകത്തില്ല. ആളുകൾക്ക് പരസ്പര സമ്മതത്തോടെ ഇഷ്ടത്തോടെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് ഉത്തരവാദിത്തോടെ എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നത് ക്ലാസ് റൂമിനകത്ത് നടക്കേണ്ടതാണ്. സാർ, ക്ലാസ് റൂമിന് അകത്ത് നടക്കേണ്ടതാണെന്ന് പറയുമ്പോഴും ഇത് പ്രാക്ടിക്കലായി വരുന്ന സമയത്ത് അത് വേറെ രീതിയിലേക്ക് പോകും. ആര് ക്ലാസ് എടുക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോ ഞാൻ പറയുന്നത് ക്ലാസ് റൂം എങ്ങനെയാണ് അധ്യാപകർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുത്തത് അവിടെ പഠിപ്പിക്കേണ്ടതാണിത്. അധ്യാപകര് ലൈംഗിക വിദ്യാഭ്യാസം ആ പേജ് മറിച്ചു വിടുന്നവരാണ് ഇന്നും. അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല, അധ്യാപകർ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഇത് പറയുന്നതാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ളത് പൗരബോധമുള്ളവര് ഉത്തരവാദിത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുകയോ ചെയ്യാൻ അറിയുന്നവരുടെ ക്ലാസ് റൂം ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണിത് ക്ലാസ് റൂമിനകത്ത് ആണിനെ പെണ്ണിനെ തരംതിരിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ പ്രണയം കത്ത് പിടിക്കാനിരിക്കുന്നവരാണ് അധ്യാപകര്. അവരെ മോണിറ്റർ ചെയ്ത് രണ്ടാക്കി വെക്കാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ലത്. ജനാധിപത്യ സംസ്കാരം പഠിപ്പിച്ചാൽ ഇൻഫോംഡ്, നമ്മുടെ കൺസെന്റ് ചോദിച്ചിട്ട് മാത്രമേ ബന്ധം ഉണ്ടാക്കത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന പൗരരെ ഉത്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇത് ക്ലാസ് റൂമിലേ കഴിയൂ. അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെയാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. പൗരബോധം എന്ന് ഞാൻ പറയുമ്പോൾ ഈ മേഖല മുഴുവൻ വരും. പൗരബോധം എന്ന് പറഞ്ഞാൽ റോഡിൽ തുപ്പരുതെന്നും മലമൂത്ര വിസർജനം ചെയ്യരുതെന്നും റോഡിൽ കൂടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് മാത്രമല്ല, ജീവിതത്തിന്റെ സമഗ്ര മേഖലയിലും ഉത്തരവാദിത്തപ്പെട്ടവരായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരും അറിഞ്ഞ് സമ്മതിക്കുന്നവരുമായി. അറിഞ്ഞ് സമ്മതിക്കുക എന്ന് പറയുന്നതാണ് പൗരൻ. പറഞ്ഞാൽ അനുസരിക്കുന്നതല്ല പൗരൻ, അത് പ്രജയാണ്. അനുസരണയാണ് ഇന്ന് ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം നിൽക്കുന്നത്. ക്ലാസ് റൂമിനകത്ത് സ്ത്രീ പുരുഷ ബന്ധത്തിനെ അല്ല ഇണകൾ എന്ന് പറയുന്നത്. കാരണം ആണും പെണ്ണും അല്ലാത്തവരും ഉണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ട് ഇണകളായി തെരഞ്ഞെടുക്കുന്നവർ പരസ്പരം എങ്ങനെയാണ് ബഹുമാനപൂർവ്വം പെരുമാറുന്നത്, ബഹുമാനപൂർവ്വം പെരുമാറുമ്പോൾ എങ്ങനെയാണ് സമ്മതം കൊടുക്കേണ്ടത്, സമ്മതം കൊടുക്കുമ്പോൾ എത്ര തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, എന്ന് ഞാൻ എങ്ങനെയാണോ ഒരു കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. കാർ വീട്ടിൽ വെച്ചേക്കാനല്ല പഠിപ്പിക്കേണ്ടത്, അത് ഉപയോഗിക്കാൻ ഹെൽമെറ്റ് ധരിക്കണമെന്ന് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണമെന്നൊക്കെ പഠിക്കുന്നത് പോലെ നിയന്ത്രിതമായി എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നത് സ്വയം അറിഞ്ഞ് മറ്റുള്ളവർക്ക് ഇടം നൽകുന്നവരായി മാറുന്നതാണ് ജനാധിപത്യം. ക്ലാസ് റൂമിനകത്ത് ജനാധിപത്യ പൗരബോധം ഉണ്ടാക്കുന്നവരെ ഉത്പാദിപ്പിക്കാത്തതുകൊണ്ടാണ് ഇയാൾ ഈ മതത്തിന്റെ പ്രശ്നം. മതം എന്ന് പറയുന്ന വീടുകളിനകത്തെ അമ്മയും അച്ഛന്മാര് ജനിച്ചത് മാത്രമാണ്. നിങ്ങളൊരു വീട്ടിൽ ജനിക്കണം. ആ ജനിക്കുന്ന വീടിനെ ഭാഷ പറയുന്നത് പോലെ നിങ്ങൾ ഏത് മലയാള ഭാഷ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല. നമ്മൾ ജനിച്ചത് കൊണ്ട് മാത്രമാണ് മലയാളം പറയുന്നത്. ഇതുപോലാണ് നമ്മൾ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ആകുന്നത്, ജനിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതിനകത്ത് എന്തെങ്കിലും പവിത്രമായി ഇരിക്കുന്നത് കൊണ്ടൊന്നും അല്ല. അത് പഴയ നിയന്ത്രണത്തിൻ്റെതായ യുക്തികളെ പഠിപ്പിക്കുന്ന ഇടമാണ്. ഇത് ഈ ക്ലാസ് റൂമിനകത്ത് ഇതിനെ പകരം പൗരബോധം പഠിപ്പിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യം മുഴുവൻ നിൽക്കുന്നത്. കല്യാണത്തിനാണ് ഇവിടെ കഴിക്കുന്നത്. രാജാവിന്
ജനങ്ങളെ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ പുട്ടിൻ പറയുന്നില്ലേ 3-4 പ്രസവിക്കണം എന്നൊക്കെ പറയുന്നത്, അയാൾക്ക് അവിടെ വെടിവെക്കാൻ ആളില്ല. ഇത് ഈ രാജഭരണം നിൽക്കുന്ന ഏത് സമൂഹത്തിനകത്ത് ഇതേ ഉത്തരം തന്നെയാ ഉള്ളത്. പിള്ളേരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്, കുട്ടികളെ ഉണ്ടാക്കി രാജാവിന് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കല്യാണം കഴിക്കുന്നത്. നമ്മുടെ കുട്ടികളെ വളർത്തു പോലും അല്ല. 18ാമത്തെ വയസ്സിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുന്നവരായിട്ട് മാറും. ആ മാറുമ്പോ അവരുടെ ക്ലിപ്പിട്ട് കൊണ്ടുപോകും. വല്ലവർക്കും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ഉണ്ടാക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയകളിനകത്ത് തൊടാതെ ഇത് മാറ്റാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കാതെ. കല്യാണക്കുറി അമ്മയും അച്ഛനുമാണ് ഇപ്പോഴും അടിക്കുന്നത്. ഈ എണകൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇതുവരെ ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ വരണം എന്ന് പറയുന്ന ഒരു കല്യാണക്കുറി ഇതുവരെ ഈ കേരളത്തിൽ ഭയങ്കര ജനാധിപത്യം വന്നിരിക്കുന്ന സമൂഹം എന്നാണ് പറയുന്നത്, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നടക്കാതിരിക്കുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതിരിക്കുന്ന, ജനാധിപത്യത്തിന്റെ കേന്ദ്രം തെരഞ്ഞെടുപ്പാണ്, ഉത്തരവാദിത്തമാണ്. ഇത് രണ്ടുമില്ലാത്ത, പൗരബോധമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ചതിന് ശേഷം അവരിൽ നിന്ന് നിങ്ങൾ പൗരബോധത്തോടെ എന്തുകൊണ്ട് ആളുകൾ പെരുമാറുന്നില്ല എന്നുള്ള ചോദ്യമാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. 25 വയസ്സായാല് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് എല്ലാവരും. വല്ലവരും ജോലി തരുമോ എന്ന് ചോദിക്കുന്നതാണ്. തൊഴിലില്ല പട, അതാ ഞാൻ പറഞ്ഞ ഈ തൊഴിലില്ല പടയിൽ ചേരുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. തെരഞ്ഞെടുക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട് ക്ലാസ് റൂമിൽ. ഇണകളെ, ജനപ്രതിനിധികളെ, ഇത് രണ്ടും ചെയ്യേണ്ടതാണ്. തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം. അത് നിഷേധിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം. കാര്യം ഒരാളോട് ചോദിക്കാനോ പെരുമാറാനോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാതെ എന്താണ് മറച്ചു വെക്കേണ്ടതാണ് ശരീരം എന്നാണ് പഠിപ്പിക്കുക വരെ ചെയ്യുന്നത്. തുടരുത്. ഇപ്പൊ പുതിയ വിദ്യാഭ്യാസം എന്താണ്? ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കും. ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര് എവിടെ തൊടും? 18ാമത്തെ വയസ്സില് വിവാഹം കഴിക്കാൻ അനുവദിക്കും. അന്നാണ് ആദ്യമായിട്ട് തുടരുതെന്ന് പറഞ്ഞെടുത്ത് എല്ലാം തൊടുന്ന ഒരാളുടെ കൂടെ ജീവിക്കേണ്ടി വരിക. എന്തൊരവസ്ഥയാണ്! മാത്രമല്ല ഇയാൾ ചോദിക്കുന്നതിനകത്ത് മുഴുവൻ പുരുഷന്മാരെ പറ്റിയാ ചോദിച്ചോണ്ടിരിക്കുന്നത്. മനുഷ്യരെ പറ്റി ചോദിച്ചിട്ടേ ഇയാള് പൗരന്മാരെ പറ്റി ഇയാൾ ഇതുവരെ ചോദിച്ചു പോലും തുടങ്ങിയിട്ടില്ല. ചോദ്യത്തിനകത്ത് പോലും ഇല്ല. എന്തുകൊണ്ടാ? പുരുഷന്മാരുടെ പ്രശ്നമായിട്ട് മാത്രമാണ് ഇത് കാണുന്നത്. ജനാധിപത്യത്തിന്റെ പ്രശ്നം, ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ എല്ലാം പുരുഷന്മാരെ പറ്റിയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഈ പൗരബോധം എന്ന് പറയുന്നതിനകത്ത് പുരുഷത്വം പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ലത്, മനുഷ്യത്വം പ്രകടിപ്പിക്കുന്ന സ്ഥലമാണ്. അതാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോഴാണ് തെരഞ്ഞെടുക്കുന്ന മനുഷ്യരെ നിർമ്മിക്കുന്ന വഴിയാണ് പരസ്പര ഉത്തരവാദിത്തമുള്ള പൗരരുണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇണയെ തെരഞ്ഞെടുക്കേണ്ടതെന്നും അവരോടൊത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയും. അവര് തമ്മിൽ യോജിപ്പില്ലെന്നുണ്ടെങ്കിൽ പിരിയേണ്ടത് അവരുടെ മാത്രം പ്രശ്നമാണ്. അല്ലാതെ കുടുംബ കോടതിയിലെ ജഡ്ജിക്ക് തീരുമാനിക്കുന്ന സാധനമല്ലത്. ഇണകൾ തീരുമാനിക്കേണ്ട സ്ഥലമാണ്. ഇണകൾക്ക് ഒന്നിച്ച് നമ്മുടെ സ്വത്ത് ട്രാൻസാക്ട് ചെയ്യുന്നതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കരാറിന് അവിടെ വാലിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യും. മനസ്സിലാവും? അത്രയേ ഉള്ളത്. സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്, കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനല്ലത്. സ്വത്ത് കൊടുക്കാനായിട്ട് എന്റെ സ്വത്ത് അങ്ങനെ കൊടുക്കും എന്ന് പറയുന്നതിനുള്ള ചർച്ചയ്ക്കകത്ത് മാത്രമാണ് ഈ രജിസ്ട്രേഷൻ ഉള്ളത്. അല്ലാതെ വേറെ മീനിങ് ഒന്നും അവിടെ ഇല്ല. ഇത് രണ്ടുപേര് തമ്മിലുള്ള കരാർ മാറ്റുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്വത്ത് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ള ചർച്ചയാണ് ഈ കുടുംബ കോടതിയിലാകെ നടക്കേണ്ടത്. അല്ലാതെ ഇവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കണോ വേണ്ട എന്നുള്ള ചർച്ച അവർ ജീവിച്ചവർക്ക് കൂടുതൽ അറിയാവുന്ന നിലവാരത്തിലാണ് മജിസ്ട്രേറ്റും വക്കീലും ഒക്കെ ഇരിക്കുന്നത്. എന്തറിയാം അവർക്ക് രണ്ടുപേർക്കും? ഇവരുടെ രണ്ടുപേരുടെ പ്രശ്നം എന്താണ്? ഒന്നും അറിഞ്ഞുകൂടാ. ഇവരെ എങ്ങനെങ്കിലും യോജിപ്പിച്ചോണ്ട് പോകണമെന്നാ. എന്തിനാണ്? അത് പിള്ളേരെ വളർത്താനായിട്ട് ഇവർ യോജിക്കണം എന്നാണ് ഇവന്മാര് പഠിപ്പിക്കുന്നത്. ഈ പിള്ളേരെ എന്തിനാണ് ഇവർ രണ്ടുപേരുടെ ചേർന്ന് വളർത്തുന്നത്? ഞങ്ങൾക്ക് വെടിവെക്കാൻ കൊണ്ടുപോകാനും ജോലിക്കാരായിട്ട് കുറച്ചു പേരെ വേണം, അതിനു വേണ്ടിയാണ് ഇവന്മാർ രണ്ടുപേരോട് നിൽക്കണം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടെയാണ്? അവിടെയാണ് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരായിട്ട് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണോ വേണ്ടായോ എന്നുള്ള കാര്യം പോലീസുകാരനോ നോക്കിയിട്ടോ മജിസ്ട്രേറ്റ് നോക്കിയിട്ടോ അല്ല അത് നിർണ്ണയിക്കേണ്ടത്. പരസ്പരം ചെയ്യേണ്ട പണിയാണ്. ഇത് ചെയ്യാൻ അനുവദിക്കാതിരിക്കുമ്പോഴാണ് ഇയാൾ ഈ വേശ്യാലയം ഉണ്ട് ന്യായമൊക്കെ വേണമെന്ന് തോന്നുന്നത്. അത് കള്ളക്കടത്ത് വേണമെന്ന് ചോദിച്ച ചോദ്യമാണ്. പണ്ട് കടത്ത് മാത്രമേ ഉള്ളൂ, കള്ളക്കടത്തില്ല. ഒരു നാട്ടിലെ വസ്തു വേറൊരു രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അത് കള്ളക്കടത്തൊന്നുമല്ല, കടത്ത് മാത്രമാണ്. അത് കള്ളക്കടത്തായത് ടാക്സ് അടയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം ഈ ഇടനിലയ്ക്ക് നോക്കിയിരിക്കുന്നത് നോക്കുകൂലിയാണ് ഈ ടാക്സ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ എന്ത് നടത്തിയാലും എനിക്ക് കാശ് തരണമെന്ന് രാജാവ് പറഞ്ഞതാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ടാക്സ് എന്ന് പറയുന്നത് രണ്ടുപേര് നടക്കുന്ന കരാറിനകത്തു നിന്ന് ഞങ്ങൾക്ക് പങ്കു തരണമെന്ന് പറഞ്ഞിരുന്ന രാജാവിന്റെ യുക്തിക്കകത്ത് തുടരരുത്. ഇന്ന് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കുന്നതിന്റെ ഒരു തുമ്പ് തരണമെന്ന് പറയുന്നതാണ് യുക്തി. അല്ലാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് നടത്തിയാലും അതിന്റെ കാശ് എനിക്ക് തരണമെന്ന് പറയുന്ന നോക്കുകൂലി എന്ന് പറയുന്ന പോലെ പിടിച്ചു പറയും. ഒരു ഗുണ്ട തലവനായിരുന്നു രാജാവ്, അയാളെ ഗുണ്ട സേനയാണ് പട്ടാളം, അവരുടെ ആളുകളെ മോണിറ്റർ ചെയ്യുന്നതാണ് പോലീസ്. ഈ സാധനങ്ങളല്ല നമ്മൾ തുടരേണ്ടതെന്ന് നമ്മളാണ് അറിയേണ്ടത്. ഇതിനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഇയാള് വിചാരിക്കുന്നത് പോലെ ഇവിടുത്തെ ദരിദ്രവാസിയുടെ ദിവസം ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ ദാരിദ്ര്യം പരിഹരിക്കാൻ അപ്പുറത്ത് ലൈംഗിക ദാരിദ്ര്യം പരിഹരിക്കാൻ കുറെ വേശ്യാലം ഉണ്ടാക്കുക. ആളുകളെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇടാനല്ലേ പറ്റത്തുള്ളൂ. സ്വയം പോകാൻ പറ്റുമോ? സ്വയം പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചോണ്ട് വരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് എൻകറേജ് ചെയ്യാൻ പറ്റാത്തത്. അതേ സമയത്ത് ഞാൻ എന്റെ ലൈംഗികത വിൽക്കും എന്ന് ഒരാൾ പറഞ്ഞാൽ അവർ ചെയ്തോട്ടെ, അതിനെന്താ പ്രശ്നം? അതിനകത്തുനിന്ന് ഗവൺമെന്റിന് കാശ് വേണമെന്ന് ആവശ്യപ്പെടുന്നിടത്താണ് ഇയാൾ പറയുന്ന ലീഗാലിറ്റി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ലൈംഗികത്തിൽ ഏർപ്പെട്ടാൽ അതിന്റെ കുറച്ച് കാശ് ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നതാണ് ലീഗൽ. അതിന്റെ ആവശ്യമില്ലാത്ത സ്ഥലമാണ് അതൊക്കെ. ഇവിടെ കാറൊക്കെ ഉണ്ടാക്കി പ്ലെയിൻ ഉണ്ടാക്കി അന്നൊക്കെ ടാക്സ് ചെയ്താൽ പോരെ. അതിന് ഞാനും പെട്ടെന്ന് തമ്മിൽ ലൈംഗികത്തിൽ ഏർപ്പെടുന്നതിന് ടാക്സ് മേടിക്കാതിരിക്കുന്നതിന് അവന്മാരെല്ലാം ഇപ്പൊ രാജാവിന്റെ കാലത്തിരിക്കുന്നതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ അല്ല അതൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉത്തരങ്ങളല്ല അത്. അത് ഒരു കാലഘട്ടത്തിനകത്ത് പുരുഷ കൂട്ടം ഉണ്ടാക്കിയത്, സേന ഉണ്ടാക്കിയത്, മതക്കൂട്ടം, ഈ പള്ളിയിലച്ചന്മാരും അല്ലെന്ന് ഇതുപോലുള്ള പുരുഷ കൂട്ടങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ഈ ദരിദ്രവാസികളായിട്ടുള്ളവന്മാരെ ഉണ്ടാക്കിയതിന് അവന്മാർക്കുള്ള പരിഹാരമായിട്ടാണ് ആ കാലത്ത് രാജാക്കന്മാർ ഈ വേശ്യാലയങ്ങൾ ഉണ്ടാക്കിയത്. അത് ജനാധിപത്യത്തിനകത്ത് ആവശ്യം.